തന്നെ നമ്മളൊരു പേപ്പർ എടുത്ത് ഇഷ്ടമുള്ള ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെൻസിലോണ്ട് ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ സൈഡിലൊന്ന് ഗ്ലൂ തേച്ച് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ പോയിന്റിന് കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം സിഗ്സാഗ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇടർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇങ്ങനെ മടക്കിയതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള റൈറ്റിംഗ് എഴുതി കൊടുക്കാം. ഞാനിവിടെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് മൂടി കൊടുക്കാൻ ഇതിൽ ഞാൻ ഒരു ചോക്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്നും ഫ്ലോപ്പ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്തു. കാരണം അത് ചെറുതായിട്ട് മടങ്ങി ചുരുണ്ടോണ്ട് ഞാനത് എടുത്തില്ല, വേറെ പേപ്പർ എടുത്തേ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡും പിന്നെ വീഡിയോയിലും ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ റെഡി ആവുന്നുണ്ടോയെന്ന്. ഇനി നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് പശ തേച്ചെടുക്കാം. പശ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാനൊന്ന് കൊള്ളായെങ്കിലും പിന്നെ ഞാനൊന്നും കൂടി ഒട്ടിച്ച് കൊടുത്തപ്പോൾ അത് റെഡിയായേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതിൻ്റെത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ സൈഡ് നമുക്ക് കത്രികണ്ണോട് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ രണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തും ഞാൻ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കത്രികനോട്. നിങ്ങൾക്ക് ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പിക്ചറൊക്കെ ആ ഹാൻഡിൽ ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മളൊരു ഫുൾ എ4 പേപ്പർ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.